ഇത് കണ്ടോ, ഇത് നമുക്ക് ഈ മുട്ട കൊണ്ടുള്ള പ്രയോഗമായാലോ. ഞാൻ കുറച്ച് മുട്ട ഇങ്ങനെ കഴുകി തോടൊക്കെ ഞാൻ നല്ലോണം കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. ചെടികൾക്ക് നല്ലൊരു വളമാണിത്. ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചധികം മുട്ടത്തോണ്ടുണ്ട്, ഉണക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ പുഴുങ്ങിയ മുട്ട എടുത്തുകൊണ്ട് എടുക്കരുത്, അതത്ര നല്ലതല്ല. നമ്മളല്ലാതെ യൂസ് ചെയ്യുന്ന മുട്ട ഉണ്ടല്ലോ, ഓംലെറ്റൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്, ആ മുട്ട എടുത്തുകൊണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതേ പൊടിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അതിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, എന്ത് പൊടിച്ചെടുത്താണ്, നല്ലോണം പൊടിച്ചിട്ടുണ്ട്. ഇത് കാൽസ്യമാണെന്ന് നിങ്ങൾക്കറിയാലോ, മുട്ടത്തോണ്ട് കാൽസ്യമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് വെള്ളത്തിൽ കൊണ്ട് മിക്സ് ആക്കിയിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാകുന്ന റോസ് പോലത്തെ ചെടികൾക്കൊക്കെ നല്ല, എല്ലാത്തിനും ഓർക്കിഡിനായിക്കോട്ടെ എന്തിനായിക്കോട്ടെ കാൽസ്യമാണല്ലോ. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് സാധാ ഇങ്ങനെ പൊടിച്ചിട്ട് ചേർത്താൽ അത്ര എഫക്റ്റീവ് ആവില്ല. അപ്പോൾ ഞാൻ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വെള്ളത്തിൽ മിക്സാക്കി കൊടുക്കുക. കപ്പ് കൊണ്ടോ കൈ കൊണ്ടോ ഇളക്കി നല്ലോണം, അല്ലെങ്കിൽ കോല് കൊണ്ടൊക്കെ ഇളക്കി നല്ലോണം ഈ മുട്ട വെള്ളത്തിൽ മിക്സാക്കി കൊടുക്കാൻ മറക്കല്ല കേട്ടോ. എന്നിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ മുട്ട താഴെ ഒന്ന് അടിഞ്ഞെടുക്കും. വെള്ളത്തിലേക്ക് മിക്സ് ആവാൻ പാടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊടുത്തിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യത്.